بسم الله الرحمن الرحيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ യഥാവിധം പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. പലിശ വരുന്ന വഴികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട 3 വിധികളാണുള്ളത്. അദില്, ഫദ്ല്, ബുൽമ്. അദിൽ എന്നാൽ നീതി, ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഔദാര്യം, ബുൽമ് എന്ന് പറഞ്ഞാൽ അന്യായം, അക്രമം. ഈ 3 വിധികളാണ് സമ്പത്തിന് ഇസ്ലാമിൽ ഉള്ളത്. ഇതിൽ അതിൽ നീതി എന്ന വിധി ബന്ധപ്പെടുന്നത് കച്ചവടത്തിലാണ്. കച്ചവടം നടത്തുമ്പോൾ മുബാദലത്തുൽ മാൽ ബിൽ മാൽ അലാ വജ്ഹി തറാദി, അന്യോന്യം പ്രീതിപ്പെട്ട് സമ്പത്ത് കൊണ്ട് കൈമാറ്റം ചെയ്യുകയാണ്. അത് നീതിയാണ്. അതുകൊണ്ടാണ് അതിന് അതിൽ നീതി എന്ന വിധി നൽകപ്പെട്ടത്. മറ്റൊരു വിധി ഫദ്ലാണ്, അഥവാ ഔദാര്യം. അഥവാ കടം നൽകൽ,
അല്ലെങ്കിൽ ഇതര ദാനധർമ്മങ്ങൾ നൽകൽ, ഇത് സമ്പത്തിലുള്ള വിനിമയങ്ങളാണ്, അത് ഔദാര്യമാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ വിഷയത്തിൽ നിശ്ചയിക്കുകയുണ്ടായി. മൂന്നാമത്തേത് ഗുൽമ, അന്യായവും അക്രമവും. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയത്തിലും ഇടപാടിലും ഗുൽമ എന്ന വിധി വരുന്നത് പലിശയിലാണ്. പലിശയുമായി ബന്ധപ്പെട്ട് അതിനുള്ള വിധി അത് ഗുൽമാണ് ഈ പരിഗണനയിൽ. അപ്പോൾ ഈ മൂന്ന് വിധികളെ നമ്മൾ മുഖവിലക്കെടുത്താൽ അതിൽ ഗുൽമിനെ കുറിച്ചാണ്, അന്യായത്തെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. റിബ എന്നാണ് അറബി ഭാഷയിൽ പലിശക്കുള്ള നാമകരണം. റിബ അർത്ഥമാക്കുന്നത് സിയാദത്തിനെയാണ്, വർധനവിനെയാണ്. റബ യർബു എന്ന് പറയും, അധികരിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, വളർത്തുക എന്നുള്ളതിന്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, പലിശയെ അള്ളാഹു ഗുണം കെടുത്തുകയും വയർബു സദഖാത്ത്, ദാനധർമ്മങ്ങളെ വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രയോഗിച്ചത് യർബു എന്നാണ്. ആ യർബു ക്രിയ റിബയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ സിയാദത്ത് എന്നാണ് അതിന്റെ അർത്ഥം. പലിശയിൽ അന്യായമായി അധികം കൊയ്യുകയും അധികം പറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് റിബ എന്ന നാമകരണം പലിശക്കുണ്ടായത്, ആ ഇടപാടിനുണ്ടായത്. പല വിധ ഹിക്മത്തുകളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ നിഷിദ്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ അദ്ആഫൻ മുദാഅഫ, സത്യവിശ്വാസികളെ നിങ്ങൾ പലിശ തിന്നരുതേ. എങ്ങനെ? അദ്ആഫൻ മുദാഅഫ, ഇരട്ടി ഇരട്ടിയായി. ഇവിടെ ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ പലിശ തിന്നരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ അതിന്റെ യുക്തി എന്താണ്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഒന്ന് പലിശയുടെ മോശത്തരവും വഷളത്തരവും അറിയിക്കുക എന്നുള്ളതാണ്. രണ്ട്, എന്തുകൊണ്ട് അള്ളാഹു പലിശയെ ഹറാമാക്കി അതിലെ യുക്തി അറിയിക്കുക എന്നുള്ളതാണ്. പലിശ തിന്നുന്നവൻ അവൻ അദ്ആഫുൻ മുദാഅഫത്തായിട്ടാണ് പലിശ തിന്നുന്നത് എന്ന് പറഞ്ഞാൽ അന്യായവും അക്രമവും അവന്റെ കയ്യിൽ നിന്ന് ഇരട്ടി ഇരട്ടിയായിട്ടാണ് സംഭവിക്കുന്നത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുലുമു ഗുലുമാതു യൗമൽ ഖിയാമ, ഒരു അന്യായം, അക്രമം അത് അന്ത്യനാളിൽ അന്ധകാരങ്ങളാണ് എന്നാണ്. അപ്പൊ പലിശ എന്ന് പറയുന്നത് ഇരട്ടി ഇരട്ടിയായുള്ള അക്രമമാകുമ്പോൾ അന്ത്യനാളിൽ പലിശ പണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ കനാന്ധകാരങ്ങളിലായിരിക്കും. പിന്നെ എന്തുകൊണ്ട് അള്ളാഹു പലിശയെ ഹറാമാക്കി? പലിശയെ ഹറാമാക്കുവാനുള്ള കാരണം അത് അദ്ആഫുൻ മുദാഅഫത്തായി അന്യരുടെ അവകാശങ്ങൾ അനർഹമായി കൈപ്പറ്റുകയും അത് തനിക്കാക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതിനാലാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ മനുഷ്യരെ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കും. വത്തഖുന്നാറല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ നരകത്തിനെ നിങ്ങൾ സൂക്ഷിച്ചോളി. വഅതിഉല്ലാഹ വറസൂൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവേയും അല്ലാഹുവിന്റെ റസൂലിനെയും വഅതിഉല്ലാഹ വറസൂൽ, അല്ലാഹുവേയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കണം. ലഅല്ലകും തുർഹമൂൻ, റബ്ബിൽ നിന്നുള്ള റഹ്മത്ത് നിങ്ങളിൽ അവതരിപ്പിക്കപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ പലിശയെ ഹറാമാക്കിക്കൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രഖ്യാപനമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ വേറെയും വചനങ്ങൾ കാണുവാൻ സാധിക്കും. ഇമാം അൽ മാവർദി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റും പലിശയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാ ശരീഅത്തുകളിലും
പലിശ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉണർത്തിയത്. ഇസ്രായേലിയരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖ്ദിഹിമുർ റിബ വഖദ് നുഹു അൻ. ജൂതന്മാർ അവർ പലിശയെടുത്തു. യഥാർത്ഥത്തിൽ അവർ പലിശയെടുക്കാൻ പാടില്ലായിരുന്നു. വഖദ് നുഹു അൻഹു, അവർ അതിനെക്കുറിച്ച് വിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിൽ മാത്രമല്ല പലിശ നിഷിദ്ധം, പ്രത്യുത പൂർവ്വ ശരീഅത്തുകളിലെ ഒക്കെയും നിഷിദ്ധമായ ഒരു ഇടപാടാണ് പലിശ എന്ന് പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. ഇമാം അസ്സർഖസി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുടെ 5 വിധികൾ, അത് പലിശ ഭുജിക്കുന്നവരുമായി ബന്ധപ്പെട്ട്, പലിശയുമായി ബന്ധപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട്, പലിശ പണക്കാരുമായി ബന്ധപ്പെട്ട് ഉണർത്തിയത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഇമാം പറഞ്ഞത്? പലിശ പണക്കാരന് ഒന്ന് തഖബ്ബുത്ത് എന്ന് പറയുന്ന വിധി ഉണ്ട് എന്നാണ്. എന്താ തഖബ്ബുത്ത്? അവൻ പതിതനാവും, അവൻ മറിഞ്ഞു വീഴും, അവൻ കുഴിയിൽ ചാടും. ഇതാണ് തഖബ്ബുത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യഅകുലൂന الرിബ ലാ യഖൂമുൻ ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പൈശാചിക ബാധ നിമിത്തം മറിഞ്ഞു വീണവൻ എഴുന്നേൽക്കുന്നത് പോലെയായിരിക്കും പലിശ ഭുജിക്കുന്നവൻ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലിശ ഭുജിക്കുന്നവന് തഖബ്ബുത്ത് എന്ന ഒരു വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തി. രണ്ടാമത്തേത് മഹ്ഖാണ്. മഹ്ഖ് എന്ന് പറഞ്ഞാൽ പലിശ പണക്കാരൻ അവന്റെ സമ്പാദ്യം അത് ഗുണം കെട്ടതും അനുഗ്രഹമറ്റതുമാണ്, അതിൽ ബർക്കത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതാണ് ഇമാം സർക്കസി രണ്ടാമത്തെ വിധിക്ക് തെളിവ് ഉദ്ധരിക്കുന്നത്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. റിബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണം കെടുത്തും. മഹഖ് എന്ന് പറഞ്ഞാൽ അതിന് ബർക്കത്ത് നീക്കുക എന്ന അർത്ഥമുള്ളത് പോലെ തന്നെ ഇസ്തിസാൽ എന്നാണ് വേറൊരു അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കും എന്നാണ്. അതിൽ യാതൊരു കാര്യവുമല്ല, ആ സമ്പാദ്യത്തിൽ ഒരു ഗുണമില്ല എന്നാണ്. മൂന്നാമത്തെ വിധി ഹർബാണ്, സമരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളി, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കുക. വദറു മാ ബഖിയ മിനർ റിബ, പലിശയുടെ വകുപ്പിൽ ശേഷിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കി, നിങ്ങൾക്ക് വേണ്ട. പലിശയുടെ ഇനത്തിൽ, ഇടപാടിൽ, ഡെപ്പോസിറ്റിൽ, കടബാധ്യതയിൽ, കച്ചവടമായി എന്തൊക്കെ ഉണ്ടോ, വദറു മാ ബഖിയ മിനർ റിബ, അതെല്ലാം നിങ്ങൾ ഒഴിവായിക്കോളി, കൈയൊഴിച്ചോളി. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇൻ ലം തഫ്അലു, നിങ്ങൾ പലിശ ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുമുള്ള ഒരു സമരപ്രഖ്യാപനം അത് നിങ്ങൾക്കുണ്ട് എന്നാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂലും അവനോട് സമരപ്രഖ്യാപനത്തിലാണ്. അല്ലാഹു ഒരാൾക്ക് എതിരാകുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനെ എതിരാകുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ഈ ദുനിയാവിൽ എന്ത് ഗുണവും എന്ത് അനുഗ്രഹവുമാണുള്ളത്? അപ്പോ പലിശ ഇടപാടുകാരനുള്ള മൂന്നാമത്തെ ഹുക്ം ഇമാം പറയുന്നത് അത് ഹർബാണ് എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഹർബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹർബ്. നാലാമത്തേത് ഇമാം സർഖസി പറഞ്ഞത്
കുഫർ എന്ന ഹുക്കുമാണ്. എന്താ കുഫർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. പലിശയെ അല്ലാഹു കെടുത്തും, ദാനധർമ്മങ്ങളെ അല്ലാഹു പോഷിപ്പിക്കും, വളർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഹിബ്ബു കുല്ല കഫാരിൻ, എല്ലാ കഫാറിനെയും അല്ലാഹു ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞു. കഫാർ എന്ന് പറഞ്ഞാൽ കാഫിർ, കടുത്ത നിഷേധി, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അസീം, കൊടിയ പാപി, അവരെയും ഇഷ്ടപ്പെടുകയില്ല. എന്തിനാ പലിശയെ കുറിച്ച് പറഞ്ഞ് അള്ളാഹു ഈ ഒരു രീതിയിൽ ആയത്ത് അവസാനിപ്പിച്ചത്? പലിശ ഇടപാട് അത് കുഫറിന്റെ ഇടപാടാണ്. അതുപോലെ തന്നെ പലിശ അത് പാപമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ്. പലിശയുമായി ഇടപെടുന്നവൻ, അവന് കാഫിർ എന്ന ഹുക്മ് വരുന്നത് അവൻ പലിശയെ അനുവദിക്കുമ്പോഴാണ്. ഏതായാലും നാലാമത്തെ ഹുക്ം അത് കുഫറാണ്. അഞ്ചാമത്തേത് ഇമാം എണ്ണിയത് അൽ ഖുലൂദ് ഫിന്നാർ, നരകത്തിലുള്ള നിത്യവാസമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. എന്താ? വമൻ ആദ ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. പലിശയുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ, വമൻ ആദ, വല്ലവരും പലിശയിലേക്ക് മടങ്ങിയാൽ, പലിശ ഇടപാടിൽ അതിലേക്ക് ഒരാൾ ജീവിതം മടക്കിയാൽ, ഫഉലൈക അസ്ഹാബുൻ നാർ, അക്കൂട്ടർ അവരെത്രേ നരകത്തിന്റെ വാക്താക്കൾ, ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ പലിശയുടെ ഗൗരവം ഉണർത്തി പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ 5 വിധികൾ, അത് ഇമാം സർഖസിയുടെ അവതരണമാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. വളരെ അപകടകരമായ ഒരു ഇടപാടാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രയവിക്രയമാണ്. പലിശ എന്നുള്ളത് അറിയാനാണ് ഈ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇത് വിശുദ്ധ ഖുർആനിൽ വന്നതുമായി ബന്ധപ്പെട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിലൂടെ ധാരാളം മുന്നറിയിപ്പുകളും താക്കീതുകളും പലിശയുടെ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ പലിശയുടെ 72 ബാബുകളെ എണ്ണിയപ്പോൾ അതിൽ ഏറ്റവും ചെറിയത് തന്നെയും സ്വന്തം മാതാവിനെ നിക്കാഹ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് പറഞ്ഞത്. അവിടെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ജിമാ, ഒരാൾ സ്വന്തം മാതാവിനെ പ്രാപിക്കുന്നതിന് തുല്യമാണ്. പലിശയുടെ 72 പടികളിൽ ഏറ്റവും താഴ്ന്ന പടി എന്ന് പറയുമ്പോൾ എത്ര അപകടകരമാണ്, ദുഷിപ്പാണ് പലിശ. ചില റിപ്പോർട്ടുകളിൽ അക്ലു ദിർഹമിൻ റിബൻ അംദൻ അശദ്ദു മിൻ 36 സനിയ എന്ന, അറിഞ്ഞുകൊണ്ടൊരു ദിർഹം പലിശ തിന്നൽ അത് 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനം എന്ന തിരുമൊഴിയിലുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പലിശ എത്ര വെളിപ്പാണ്, എത്ര ദുഷിപ്പാണ്, എത്ര അപകടകാരിയാണ് എന്നതിൻ്റെ ചില പ്രമാണവചനങ്ങൾ. നമ്മുടെ വിഷയം പലിശയുടെ വഴികൾ എന്നുള്ളതാണ്. കുറെ ഭാഗങ്ങളായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗ രൂപത്തിൽ ഇത് എത്ര ഉൾക്കൊള്ളും എന്നുള്ളത് അല്ലാഹു ആലം. ഒരു ക്ലാസ് ആയിട്ട് ബോർഡിൽ എഴുതിയിട്ടായിരുന്നുവെങ്കിൽ കൂടുതൽ അത് അവതരിപ്പിക്കാൻ സഹായകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിപ്പോ ഇങ്ങനെ ഈ രീതിയിൽ മശിൽ ഹാൽ. പലിശ അതിന്റെ ഇനങ്ങൾ, ഒന്ന് റിബൽ നസിഅ, മറ്റൊന്ന് റിബൽ ഫضൽ, മൂന്നാമത്തേത് റിബൽ ഖറദ്. ഈ 3 ഇനങ്ങളും അതിന്റെ ഉപവിഭാഗങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ പലിശയുടെ വഴികൾ അറിയാൻ എളുപ്പമാണ്.
നമ്മൾ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ അസ്ബിത്തിൽ അർശ് സുമ്മൻകുശ്, നമ്മൾ ചാടുന്ന പീഠത്തെ ഉറപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ ചാടിയാൽ വീഴൂല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനം മനസ്സിലാക്കുക, പിന്നീട് അതിനെ തുടർന്ന് വരുന്നതായ മസാലകളും വിഷയങ്ങളും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. 3 തരം പലിശയാണ്. ഒന്ന് റിബൻ നസിയ എന്ന് പറഞ്ഞാൽ അവധി വെച്ചുള്ള പലിശ. മറ്റേത് റിബൽ ഫദ്ൽ, കറൻസിയും നാണയവും തമ്മിലുള്ള ഇടപാട്, ഭക്ഷണ പദാർത്ഥവും തമ്മിലുള്ള ഇടപാട്, അതിൽ സിയാദത്തോടുകൂടി, വർധനവോടുകൂടി, അതാണ് റിബൽ ഫദ്ൽ. പിന്നെ ഒന്ന് റിബൽ ഖറദ്, ഒരു മൻഫഅത്ത്, ഉപകാരം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായ ഇടപാട്. നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം. ആദ്യത്തേത് റിബൻ നസിയയാണ്. റിബൻ നസിയ എന്ന് പറഞ്ഞാൽ അവധി വെച്ചുള്ള റിബ. 1000 കടം ചോദിച്ചു വരുന്നവന് 1000 കടം കൊടുക്കുന്നു. പക്ഷെ അയാളോട് പറയുന്നു കടം തിരിച്ചു തരുമ്പോൾ 1100 തരണം. അതാണ് റിബൻ നസിയ. ഇത് പലിശയിൽ ഏറ്റവും കടുത്ത പലിശയാണ്, ഏറ്റവും പാപകരമായ പലിശയാണ്. ഈ റിബൻ നസിയക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഒരാൾക്ക് 1000 കടം കൊടുക്കുന്നു സാധാരണ രീതിയിൽ. പക്ഷെ കടം തിരിച്ചു നൽകേണ്ട ദിവസം എത്തിയാൽ ജാഹിലിയത്തിലെ ആളുകൾ പറയുമായിരുന്നു, ഇമ്മ അൻ തഖ്ദി വ ഇമ്മ അൻ തുർബി, ഒന്നുകിൽ നിനക്ക് കടം വീട്ടാം, അല്ലെങ്കിൽ കാശ് നീ വെച്ചോ, തിരിച്ചു തരുമ്പോ നീ പലിശ തന്നാ മതി, പലിശ അടക്കം തന്നാ മതി. അപ്പൊ അയാള് ഞാൻ നിനക്ക് പലിശ തരാം എന്ന് പറഞ്ഞ് കടം വീട്ടൂല, പോകും. പിന്നെ അടുത്ത അവധി എത്തും, അപ്പോൾ വീണ്ടും പറയും ഒന്നുകിൽ നിനക്ക് കടം വീട്ടാം, അല്ലെങ്കിൽ കാശ് വെച്ചോ, പലിശ തന്നാ മതി പിന്നീട്. ഇതാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തതായ റിബ, റിബൻ നസിയ. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ അദ്ആഫൻ മുദാഅഫ, ഇരട്ടിയായി നിങ്ങൾ പലിശ തിന്നരുത് എന്ന് പറഞ്ഞിടത്ത് ഈ റിബയെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിബൻ നസിയ അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. അതെന്താണ്? ഒരേ വസ്തുക്കൾ ഇടപാട് നടത്തുമ്പോൾ അതിലേറെ വരുന്നതാണ് റിബൽ ഫദ്ൽ. എന്നാൽ ഒരേ വസ്തുക്കൾ ഇടപാട് നടത്തുമ്പോൾ അത് അവധി വെച്ച ഇടപാട് നടത്തൽ, അത് റിബൻ നസിയയുടെ മറ്റൊരു മുഖമാണ്. എന്ന് പറഞ്ഞാൽ സ്വർണവും തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ എന്താ വേണ്ടത്? സ്വർണവും ഇടപാട് നടത്തുമ്പോൾ തുല്യത്തിന് തുല്യമായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം, നാളേക്ക് നീട്ടിയേക്കാൻ പറ്റൂല. ഒരേ സ്ഥലത്ത് കയ്യോട് കൈ അത് കൈമാറ്റം ചെയ്യണം. എന്നാൽ തുല്യത്തിന് തുല്യമായി സ്വർണം ഇടപാട് നടത്തുന്നു, 1 പവൻ. പക്ഷേ 1 പവൻ ഇന്ന് കൊടുക്കുന്നു, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത വർഷം 1 പവൻ തിരിച്ചാണ് എങ്കിൽ അത് പലിശയാണ്. ഏത് പലിശയാണ്? റിബൽ ഫദ്ൽ അല്ല, പിന്നെയോ റിബൻ നസിയയാണ്, അവധി വെച്ചുള്ള പലിശയാണ്. ഈ റിബൻ നസിയ പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്തതും പാപപങ്കിലവുമാണ്. ചില ഹദീസുകളിൽ നസിയത്തായിട്ടല്ലാതെ പലിശയില്ല എന്നറിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. ലാ റിബ ഇല്ല നസിയ, റിബൻ നസിയത്തല്ലാതെ പലിശയില്ല എന്നറിയിക്കുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ മുന്നിൽ വെച്ച് ചിലർ പറഞ്ഞത് റിബൽ ഫദ്ൽ ദീനിൽ പറയപ്പെട്ട 6 ഇനങ്ങൾക്കല്ലാതെ മറ്റു ഇനങ്ങളിൽ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ റിബൻ നസിയ മാത്രമേ ഇസ്ലാമിൽ നിഷിദ്ധമുള്ളൂ എന്ന് ചിലർ വളഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റിബൻ നസിയയാണ് പലിശ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചതാണ് ഏറ്റവും കടുത്ത പലിശ, അതാണ് ഏറ്റവും പാപകരമായ പലിശ എന്നുള്ളതാണ്. കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ റിബനെ കുറിച്ച്, റിബൻ നസിയ റിബൽ ഖുർആനിൽ പറയപ്പെട്ടതായ പലിശ. ചിലർ പറഞ്ഞു റിബൽ ജലി, പരസ്യമായ പലിശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ ജാഹിലിയത്തിലെ വിഷയങ്ങളൊക്കെ, തെറ്റായ വിഷയങ്ങളൊക്കെ റസൂൽ തന്റെ കാൽ കീഴിൽ ചവിട്ടി എന്ത് ചെയ്ത് അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടച്ചു വാർത്തു.
എല്ലാം തന്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞ് റസൂൽ അതൊക്കെ ബാത്തിലാക്കി. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നതായ അന്യായങ്ങൾ, അക്രമങ്ങൾ, അതിൽപ്പെട്ടതായിരുന്നു റിബ. ഏത് റിബ? നമ്മൾ പറഞ്ഞ റിബ, റിബൻ നസിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വരിബ മൗദൂഉൻ, പലിശയും എന്റെ കാൽച്ചോട്ടിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യമായി എന്റെ കാൽച്ചോട്ടിൽ ഞാൻ വെക്കുന്ന പലിശ അത് റിബാന, നമ്മുടെ പലിശയാണ്, അഥവാ റിബ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസിന്റെ പലിശയാണ് എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ ഇടപാട് നടത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ പലിശ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പലിശ ഹറാമാക്കുന്നതിന് മുമ്പ് അറിയപ്പെട്ട പലിശ ഇടപാടുകാരനായിരുന്നു. പലിശ നമ്മുടെ നാട്ടിൽ പറഞ്ഞ വട്ടിയാജി, അതേപോലത്തെ ഒരു പലിശ ഇടപാടുകാരനായിരുന്നു. പലിശ ഹറാമാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലിശ ഹറാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ അതൊന്നുകൂടി ഉറപ്പിച്ചു. എന്നിട്ടാണ് പറഞ്ഞത്, അബ്ബാസിന്റെ പലിശ ഇതാ ഞാൻ എന്റെ കാൽച്ചുവട്ടിലാക്കിയിരിക്കുന്നു. ഇനി ആ പലിശ അതായിട്ട് ആരും ബന്ധപ്പെടാൻ പാടുള്ളതല്ല, പലിശ ഇടപാടിൽ അബ്ബാസ് തുടരാനും പാടുള്ളതല്ല എന്ന രീതിയിൽ റസൂലുള്ള വിധി കർക്കശാക്കി. പലിശ ഹറാമാക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പലിശന്റെ ബാബ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പലിശയുമായി ബന്ധപ്പെട്ട ചരിത്രം വായിച്ചപ്പോ അബ്ബാസ് പലിശയിൽ ഇടപാടിൽ മുമ്പനായിരുന്നു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് മദ്യത്തിന്റെ വിഷയത്തിലും മുമ്പനായിരുന്നു. മദ്യ ഹറാമാക്കുന്നതിന് മുമ്പ് ഹംസ റളിയല്ലാഹു അൻഹു നന്നായി മദ്യപിക്കുമായിരുന്നു. ഇമാം അബൂദാവൂദ് സുനൻ റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വീരേതിഹാസം മദ്യവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വിഷയത്തിലേക്ക് ഒന്ന് ആളുകൾ തെളിയട്ടെ, ഒരു കഥ കേട്ട്, ചരിത്രം കേട്ട്. അതിലെന്താ, അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയുമായിട്ടുള്ള വിവാഹ അന്വേഷണം നടന്നപ്പോൾ, ഫാത്തിമയെ കല്യാണം കഴിക്കണമെങ്കിൽ മഹറും കാര്യങ്ങളും വേണ്ടല്ലോ, വിവാഹ ചെലവ് വേണമല്ലോ. അപ്പൊ ബനു ഖൈനുഖ ഗോത്രത്തിലെ ഒരു വ്യക്തിയുമായിട്ട് അലി ഒരു ഇടപാടിൽ സംബന്ധിച്ചു. അതെന്താ, ഇദ്ഹർ പുല്ല് വെട്ടിക്കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് കാശുണ്ടാക്കാനാണ് തീരുമാനിച്ചത് ഇവർ രണ്ടാളും. അലിന്റെ ഉദ്ദേശം കല്യാണത്തിനുള്ള സൗകര്യം റെഡിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇദ്ഹർ പുല്ല് വെട്ടി വിറ്റ് സമ്പാദ്യം ഉണ്ടാക്കി അലി. രണ്ടൊട്ടകായി, നല്ല മൊഞ്ചുള്ള തടിച്ച ഭംഗിയുള്ള രണ്ടൊട്ടകം. അത് ഒരു അൻസാരിയുടെ വീടിന്റെ പരിസരത്താണ് അതിനെ കെട്ടി ബന്ധിച്ചിരുന്നത്, അതിനെ പോറ്റിയിരുന്നത്, ഈ രണ്ടൊട്ടകങ്ങളെ. പിന്നെ അലി റളിയല്ലാഹു അൻഹു കാശുണ്ടാക്കാണ്. അപ്പൊ ഒരു ദിവസം തന്റെ ഒട്ടകങ്ങളെ കാണാൻ നല്ല കൗതുകമുള്ള രണ്ടൊട്ടകമാണ്. കാണാൻ വേണ്ടിയിട്ട് പോയപ്പോ ആ ഒട്ടകങ്ങളുടെ കാല് വെട്ടിയിട്ടിട്ടുണ്ട്, വയറ് പിളർത്തിയിട്ടുണ്ട്, കുടലൊക്കെ പുറത്തിയടിക്കണം, കരള് വരെ പുറത്തിയടിക്കണം. ഒട്ടകം ചത്തിട്ടില്ല. ആരാണ് ഈ ക്രൂരത ചെയ്തത്? അലി നോക്കുമ്പോ അവിടുന്ന് പറഞ്ഞതാ, ആ പെരന്റെ ഉള്ളിലതാ ഹംസ കിടക്കണ്, പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കയ്യിലൊരു കത്തിയുണ്ട്, കടാര. കുടിച്ച് വീർപ്പ് മുട്ടി കിടക്കുക, യാതൊരു ബോധമല്ല. അല്ല, അലിയാരിക്കും വലിയ കുണ്ഠിതായിപ്പോയി, വലിയ സങ്കടമായിപ്പോയി. അദ്ദേഹത്തിന്റെ ഏറെ കാലത്തെ ശ്രമമാണ്, വളരെ നല്ലൊരു മോഹത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, അള്ളാഹിന്റെ റസൂലെ, ഞാൻ ഓമനിച്ച് വളർത്തുണ്ടാക്കുന്ന രണ്ട് ഒട്ടകങ്ങൾ, എന്റെ വരുമാനം ഇത് മുഴുവനും ഹംസ മദ്യപിച്ചിട്ട് അതിനെ കേടുവരുത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്ന് ഹംസത്തിന്റെ അടുക്കലേക്ക് വന്ന് നോക്കുമ്പോ ഹംസ നല്ല ചുവന്ന കണ്ണ് ഉരുട്ടി നോക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ഹദീസിന്റെ ലഫ്ദിൽ കാണാം, ആദ്യം കടാരെടുത്ത്, എന്നിട്ട് കാലിന്റെ മുട്ടിന് നോക്കി, പിന്നെ റസൂലുള്ളാഹിന്റെ പുക്കിളിന്റെ ഭാഗത്തേക്ക് നോക്കി, പിന്നെ റസൂലുള്ളാഹിന്റെ കഴുത്തിന് നേരെ നോക്കി, മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്നിട്ട് കത്തി ഇങ്ങനെ വിറപ്പിച്ചിട്ട് പറയാണ്, അൻതും അബീദു മാ അൻതും ഇല്ലാ അബീദുൻ ലി അബി, നിങ്ങൾ എന്റെ വാപ്പാന്റെ അടിമകൾ മാത്രമാണ്, അബ്ദുൽ മുത്തലിബിന്റെ അടിമകളാണ് നിങ്ങളൊക്കെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അലിയാരോടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോ കഹ്കരിയായിട്ട് തന്നെ വന്ന കാല് ബാക്കൊക്കെ ഇങ്ങനെ മടക്കി വേഗം പോയി തട്ടി സലാമത്താക്കി എന്ന്. കാരണം ഹംസത്തിനോട് ഒരടി എടുത്തിട്ടുണ്ടെങ്കിൽ ഖലാസ് പെരുമാറും. ഇതൊക്കെ ഹംസത്ത് സയ്യിദു ഷുഹദ ആണ്, അദ്ദേഹം ഷുഹദാക്കളിൽ സയ്യിദാണ്. ഹംസത്ത് ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്ത മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിത്വമാണ്, ഇസ്ലാമിന് വേണ്ടി വലിയ സേവനം ചെയ്ത മഹാനാണ്. പക്ഷെ ഇതൊക്കെ മദ്യം ഹറാമാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം അബ്ബാസിന് പലിശ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലിശ ഹറാമാക്കപ്പെടുന്നതിന് മുമ്പുള്ള
അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ സഹാബത്തിനെ കുറിച്ച് നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും മോശവും ഉണ്ടാവുക എന്നുള്ളത് പാടുള്ളതല്ല. അവരെല്ലാവരും അള്ളാഹുവിന്റെ പ്രീതി നേടി ആഖിറത്തിലേക്ക് യാത്രയായവരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. ഏതായാലും ഈ റിബൽ ജാഹിലിയത്തിലെ പലിശ എന്ന് പറയുന്നത് ഈ പലിശ, അഥവാ കടൻ ആൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുക, പൈസ കൊടുക്കുക, എന്നിട്ട് തിരിച്ചു വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുക. അതേപോലെ തന്നെ അവധി എത്തി തിരിച്ചു വാങ്ങേണ്ട ദിവസം അയാൾക്ക് തിരിച്ചു തരാനാകുന്നില്ല എങ്കിൽ പലിശ കൂട്ടി പിന്നെയും വാങ്ങുക എന്നുള്ളതായി ഈ രീതി, അതാണ് റിബൻ നസിഅ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അദ്ആഫൻ മുദാഅഫത്തായിട്ടുള്ള പലിശയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പേകിയതായ മുന്നറിയിപ്പുകളൊക്കെ ഈ പലിശയുടെ വിഷയത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലക്കും റൂഉസു അംവാലിക്കും ലാ തുദ്ലിമൂൻ വലാ തുദ്ലമൂൻ. പലിശ ഇടപാടിൽ പെട്ടുപോയവരുണ്ട് എങ്കിൽ മൂലധനം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടുള്ളതല്ല, നിങ്ങൾ ആക്രമിക്കുവാനും പാടുള്ളതുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പലിശയുടെ വകുപ്പിൽ ഒന്നും നമ്മൾ കൈവെക്കാൻ പാടുള്ളതല്ല, നമ്മളിലേക്ക് സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇത് റിബ അൻ-നസിഅയുമായി ബന്ധപ്പെട്ട്. ഇനി റിബൽ ഫദ്ലും റിബൽ ഖറദുമുണ്ട്. അതിൽ റിബൽ ഖറദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കടം കൊടുക്കുകയാണ്. കടം കൊടുക്കുമ്പോൾ ആ ഇടപാടിൽ ഒരു മൻഫഅത്ത്, ഒരു ഉപകാരം ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ 1000 റിയാൽ ചോദിച്ചു വന്ന്, അപ്പൊ പറയാണ് 1000 റിയാൽ തരാം, ഒരു 4 ദിവസം ഓടാൻ നിങ്ങളെ കാറ് തരണം എനിക്ക്, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കാൻ എന്നെ സമ്മതിക്കണം. ഈ രീതിയിലുള്ള ഇടപാടിനാണ് റിബൽ ഖറദ് എന്ന് പറയുക. അത് പലിശയാണ്. കുല്ലു ഖറദിൻ ജറ നഫ്അൻ ഫഹുവ റിബൻ. ഏതൊരു കടമിടപാടാണോ ഒരു ഉപകാരത്തെ കൊണ്ടുവരുന്നത് അത് പലിശയാണ് എന്ന് അസറുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ കടമിടപാട് നമുക്കൊരു ഉപകാരത്തെ കൊണ്ടുവരുന്നുവെങ്കിൽ ആ ഉപകാരം അതെന്താണ്? പലിശയാണ്. ഞാൻ അതിന്റെ ചില ഉദാഹരണങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. മൂന്നാമത്തെ പലിശയുടെ ഇനമാണ് റിബൽ ഫദ്ൽ. എന്താ റിബൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ? നുഖൂദും തമ്മിലുള്ള ഇടപാടാണ്, കൈമാറ്റമാണ്. കാശും കൈമാറ്റം ചെയ്യാം. എങ്ങനെ? മഅ സിയാദ, വർധനവോടുകൂടി. അതേപോലെ ത്വാമും തമ്മിലുള്ള ഇടപാട്, ഭക്ഷണവും തമ്മിലുള്ള ഇടപാട് എങ്ങനെ? മഅ സിയാദ, വർധനവോടുകൂടി. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹീഹുകളിൽ വാരിദായ ഹദീസാണ് ഈ പലിശയുടെ വകുപ്പിനെ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സഹബു ബിസ്സഹബി വൽ ഫിദ്ദതു ബിൽ ഫിദ്ദതി വൽ ബുർറു ബിൽ ബുർരി വശഈറു ബിശ്ശഈരി വത്തംറു ബിത്തംരി വൽ മിൽഹു ബിൽ മിൽഹി മിസ്ലൻ ബിമിസ്ലിൻ യദൻ ബിയദ സവാഅൻ ബിസവാ. എന്താ തിരുനബി പറഞ്ഞത്? അസ്സഹബു ബിസ്സഹബ്, സ്വർണവും തമ്മിൽ ഇടപാട് നടത്തും. അതേപോലെ വൽ ഫിദ്ദതു ബിൽ ഫിദ്ദ, വെള്ളിയുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ സ്വർണവുമായി, വെള്ളിയുമായി. അതേപോലെ വൽ ബുർറു ബിൽ ബുർ, ഗോതമ്പുമായി. അതേപോലെ വശഈറു ബിശ്ശഈർ, ബാർലിയുമായി. വത്തംറു ബിത്തംർ, കാരക്കയുമായി അന്യോന്യം ഇടപാട് നടത്തും. അതേപോലെ വൽ മിൽഹു ബിൽ മിൽഹ്, ഉപ്പും കൈമാറ്റം ചെയ്യണം. എങ്കിൽ എങ്ങനെയായിരിക്കണം? മിസ്ലൻ ബി മിസ്ൽ, തുല്യത്തിന് തുല്യായിരിക്കണം. സവാഅൻ ബിസവാ, യദൻ ബിയദ്, കയ്യോട് കയ്യായിരിക്കണം. അപ്പോ ഒരാൾ സ്വർണം കൈമാറ്റം ചെയ്യാണ്, മറ്റേ അടുത്ത് സ്വർണ്ണുണ്ട്. ആ സ്വർണം, ഇയാളുടെ കയ്യിലുള്ള സ്വർണം കൈമാറ്റം ചെയ്യുമ്പോൾ എങ്ങനെ കൈമാറ്റം ചെയ്യേണ്ടത്? മിസ്ലൻ ബി മിസ്ൽ, തുല്യത്തിന് തുല്യായിരിക്കണം. ഇതൊരു പവനാണെങ്കിൽ അതും ഒരു പവൻ. പിന്നെ എങ്ങനെയാ കൈമാറ്റം ചെയ്യേണ്ടത്? സവാഅൻ ബിസവാൻ യദൻ ബിയദ്, കയ്യോട് കയ്യായിരിക്കണം. ഇത് ഒരു ആണ്ട് കൊടുക്കുമ്പോൾ അതിങ്ങോട്ട് വാങ്ങും വേണം. തഖാബുദ് എന്നാ പറയാം, അന്യോന്യം സ്വീകരിക്കണം. ഇങ്ങനെയായിരിക്കണം ഒരേ വർഗത്തിൽപ്പെട്ടതിനെ ഇടപാട് നടത്തുമ്പോൾ അതിൽ
ഉണ്ടാകേണ്ടത്. എന്നാൽ ഒരു പവന് കൊടുത്ത് 1 പവനം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതാണ് റിബൽ ഫദ്ൽ, പലിശ. ഒരു പറ ഗോതമ്പ് കൊടുത്ത് 1 പറ തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് റിബൽ ഫദ്ൽ. അപ്പൊ ഒരേ വർഗത്തിൽപ്പെട്ട വസ്തുക്കളെ കൈമാറ്റം ചെയ്യുമ്പോൾ അത് തുല്യത്തിന് തുല്യമായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാൻ ഈ ഹദീസിൽ കേൾപ്പിച്ചത് 6 വർഗങ്ങളെയാണ്. സ്വർണം, വെള്ളി, ഗോതമ്പ്, ബാർലി, കാരക്ക, ഉപ്പ്. ഈ 6 ഹദീസിന്റെ നസ്സിൽ വന്നത്. കർമ്മശാസ്ത്രത്തിൽ ഒരഭിപ്രായ വ്യത്യാസം വന്നത് റിബൽ ഫദ്ലിന്റെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 6 പറഞ്ഞത്. ഇവകൾ അന്യോന്യം കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യത്തിന് തുല്യമായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം. എന്നാൽ ഇതല്ലാത്ത മറ്റു വർഗങ്ങൾ ഇതുപോലെയാണ് വിധിയിൽ. പണ്ഡിതന്മാർ പറഞ്ഞതിൽ പ്രബലമായ അഭിപ്രായം, ഇവകൾ പലിശയാകുവാൻ, അതിനാൽ ഇടപാട് അധികരിപ്പിച്ചുകൊണ്ട് പാടില്ല എന്ന് പറയാൻ എന്താണ് കാരണം? ആ കാരണം ഏതെല്ലാം വസ്തുക്കൾക്കുണ്ടോ അതിനൊക്കെ ഈ വിധി ബാധകമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സ്വർണവും വെള്ളിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വർണവും വെള്ളിയും അന്നത്തെ സമനാണ്, വസ്തുക്കൾക്കുള്ള വിലയാണ്. അപ്പോ അസമനീയ, വസ്തുക്കൾക്കുള്ള വില എന്ന ഇല്ലത്ത്, കാരണം അത് ഏതൊക്കെ വസ്തുക്കളിലുണ്ടോ അതിനൊക്കെ ഈ വിധി ബാധകമാണ്. സ്വർണവും വെള്ളിയും അതിൻ്റെ സ്ഥാനത്താണ് ഇന്നത്തെ നമ്മുടെ രൂപയും റിയാലും ഡോളറൊക്കെ ഉള്ളത്, ദിർഹമുകൾ, ദീനാറുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വസ്തുക്കൾക്ക് വിലയായി നൽകുന്ന സംഗതികൾ അതെന്താണോ അതൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യത്തിന് തുല്യമായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം. അപ്പോൾ രൂപയുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, റിയാലുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, ഡോളറുമായി കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യായിരിക്കണം, അത് കയ്യോട് കയ്യായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ 4 പറഞ്ഞു. അത് ഗോതമ്പ്, ബാർലി, കാരക്ക, പിന്നെ ഉപ്പ്. ഇവകൾ അതിലെങ്ങനെയാണ് പലിശ വരുന്നത്? അതെന്തുകൊണ്ടാണ്? അത് ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ അളന്നോ തൂക്കിയോ വാങ്ങുന്നതാണ്. ഒന്നുകിൽ അളന്ന് വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ തൂക്കി വാങ്ങുന്നതാണ്. ഉപ്പ് അളന്ന് വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ തൂക്കി വാങ്ങുന്നതാണ്. ഗോതമ്പ് അളന്ന് വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ തൂക്കി വാങ്ങുന്നതാണ്. അപ്പൊ തൂക്കിയോ അളന്നോ വാങ്ങുന്നത് ഭക്ഷണ പദാർത്ഥം. ഈ 2 കാരണങ്ങൾ ഏതൊക്കെ വസ്തുക്കളിലുണ്ടോ? ഇവിടെ നെല്ല് പറഞ്ഞിട്ടില്ല, അരി പറഞ്ഞിട്ടില്ല. പക്ഷെ അരിയും നെല്ലും ഈ വകുപ്പിലാണ് പെടുക. എന്തുകൊണ്ട്? അത് തൂക്കി വാങ്ങുന്നതാണ്, പിന്നെ ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ കാരണം ഏതൊക്കെ വസ്തുക്കളിലുണ്ടോ അവയെല്ലാം കൈമാറ്റം ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ, ഇപ്പൊ തവളക്കണ്ണൻ നെല്ലുണ്ട്, അതേപോലെ റോക്കറ്റും ഉണ്ട്. തവളക്കണ്ണൻ നെല്ലും റോക്കറ്റും ഒരുപോലല്ല. പക്ഷെ കൈമാറ്റം ചെയ്യുമ്പോൾ അളന്നോ തൂക്കിയോ വാങ്ങുന്നതാണ്, ഭക്ഷണമാണ്. എന്തായിരിക്കണം? ഒരു പറയാണ് ഈ നെല്ല് എങ്കിൽ ഒരു പറ തന്നെ ആയിരിക്കണം ഈ നെല്ലും. അത് തുല്യത്തിന് തുല്യമായിരിക്കണം. പിന്നെ അത് കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു തഖാബുദ് വേണം, എന്ന് പറഞ്ഞാൽ അന്യോന്യം സ്വീകരിക്കണം, കയ്യോട് കയ്യായിരിക്കണം. ഇന്ന് ഒരു പറ കൊടുത്ത് നാളെ അതൊരു പറ വാങ്ങുക എന്നുള്ളത് പാടുള്ളതല്ല, അത് റിബൻ നസീഅയാണ്. അതേപോലെ തന്നെ ഒരു പറ റോക്കറ്റ് നൽകി അരപ്പറ തവളക്കണ്ണം വാങ്ങുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം തവളക്കണ്ണം വില കുറഞ്ഞതുമാണ്, ക്വാളിറ്റി കുറഞ്ഞതുമാണ്. അതേസമയം റോക്കറ്റ് അങ്ങനെയല്ല, നല്ല മൂല്യവത്താണ്, വില കൂടിയതാണ്. അത് വിചാരിച്ചിട്ട് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഏറ്റക്കുറച്ചിൽ ഉണ്ടായാൽ അതാണ് റിബൽ ഫദ്ൽ. അപ്പോ ഹദീസിൽ പറഞ്ഞ 4 വർഗം അതിന്റെ കാരണങ്ങളിൽ ഒത്തുവരുന്നതായ വസ്തുക്കളൊക്കെ ഈ പലിശയിൽ പെടും എന്നുള്ള പണ്ഡിതാഭിപ്രായമാണ് ശരിയോടടുത്തത്. റിബൽ ഫദ്ലിനെ മനസ്സിലാക്കുമ്പോൾ ചില അനുബന്ധ മസലകളുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈദ ഇഖ്തലഫത്തിൽ അജ്നാസു ഫബീഉ കൈഫ ശിഅ്തും. ജിൻസുകൾ വ്യത്യാസപ്പെട്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം നിങ്ങൾക്ക് അതിനെ വിൽക്കാവുന്നതാണ്
ഇദാകാന യദൻ ബിയദ്, അത് കയ്യോട് കൈയാണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ജിൻസ് വ്യത്യാസപ്പെടുക? ഇപ്പൊ സ്വർണവും വെള്ളിയും നമ്മൾ പറഞ്ഞു, സ്വർണം ഒരു ജിൻസാണ്, വെള്ളി വേറൊരു ജിൻസാണ്, ഒരു വർഗമാണ്, വെള്ളി വേറൊരു വർഗമാണ്. ഈ ജിൻസുകൾ വ്യത്യാസപ്പെട്ടാൽ ഫബീഉ കൈഫ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം നിങ്ങൾക്ക് കച്ചവടം നടത്താം. പക്ഷേ ഇദാകാന യദൻ ബിയദ്, കയ്യോട് കൈയാണെങ്കിൽ. അപ്പൊ സ്വർണവും വെള്ളിയും കൈമാറ്റം ചെയ്യുമ്പോൾ കൈമാറ്റം ചെയ്യാം, പക്ഷെ തുല്യത്തിന് തുല്യമാണെന്നുണ്ടോ? തുല്യത്തിന് തുല്യമാകണ്ട. ഒരു ദിർഹം കൊടുത്ത് 10 ദീനാർ, അല്ല, ഒരു ദീനാർ കൊടുത്ത് 10 ദിർഹം വാങ്ങാം. ദീനാർ സ്വർണ്ണാണ്, ദിർഹം വെള്ളിയാണ്. അപ്പോ ഒരു ദീനാറിന് 10 ദിർഹം വാങ്ങാം, തുല്യത്തിന് തുല്യമായിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു ദീനാർ കൊടുത്ത് 10 ദിർഹം വാങ്ങുമ്പോൾ അത് ഇദാകാന യദൻ ബിയദ്, കയ്യോട് കൈയായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്ട് കൊടുക്കുക, അതുകൊണ്ട് വാങ്ങുക, നീട്ടിയേക്കാൻ പാടുള്ളതല്ല. ഇന്ന് ഒരു ദീനാറ് കൊടുത്ത് 10 ദിവസം കഴിഞ്ഞിട്ട് 10 ദിർഹം വാങ്ങുക എന്നുള്ളത് പാടുള്ളതല്ല, അത് പലിശയാണ്. അപ്പോ ഇദഖ്തലഫത്തിൽ അജ്നാസ്, ജിൻസുകൾ വ്യത്യാസപ്പെട്ടാൽ ഫബീഉ കൈഫ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം നിങ്ങൾക്ക് കച്ചവടം നടത്താം, നിങ്ങൾക്ക് വിൽക്കാം എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലോടുകൂടി വിൽക്കാം. പക്ഷേ ഇദാകാന യദൻ ബിയദ്, കയ്യോട് കയ്യത് സ്വീകരിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് ഇനി ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് വന്നാലോ? നമ്മൾ പറഞ്ഞു കാരക്കുണ്ട്, ബുറുണ്ട്, ഗോതമ്പുണ്ട്. ബുറും ഗോതമ്പും കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യത്തിന് തുല്യമായിരിക്കണം, കയ്യോട് കൈയായിരിക്കണം. എന്നാൽ ഗോതമ്പും കാരക്കയുമാണ് കൈമാറ്റം ചെയ്യുന്നത് എങ്കിൽ 10 പറ ഗോതമ്പ്, അതിന് 10 പറ കാരക്കന്നെ വേണം? വേണ്ട. ഒരു പറ കാരക്കക്ക് 10 പറ ഗോതമ്പ് കൈമാറ്റം ചെയ്യാവുന്നതാണ്. പക്ഷെ അതെന്തായിരിക്കണം? കയ്യോട് കൈയായിരിക്കണം. ഒരേ മജ്ലിസിൽ വെച്ച് ഇത് കൊടുക്കുക, അത് വാങ്ങുക എന്നുള്ളത് ഉണ്ടായിരിക്കണം. ഇതാണ് അതിൽ ഒരു മസാല. ഇനി വേറൊന്ന്, നാണയങ്ങൾ പറഞ്ഞ് സ്വർണവും വെള്ളിയും, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പറഞ്ഞ് ഈ 4 എണ്ണം. ഇവകളാണ് അന്യോന്യം കൈമാറ്റം ചെയ്യുന്നതെങ്കിലോ? നമ്മൾ കാശ് കൊടുത്തിട്ട് ഗോതമ്പ് വാങ്ങുന്നു എങ്കിൽ അത് തുല്യത്തിന് തുല്യാകേണ്ടതുമില്ല, കയ്യോട് കൈയാകേണ്ടതുമില്ല. ഇന്ന് 10 റിയാല് കൊടുത്ത് 10 ദിവസം കഴിഞ്ഞിട്ട് അരി ഇവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, തുല്യമായിക്കൊള്ളണം എന്നുമില്ല. റിബൽ ഫദലിൽ മറ്റൊരു മസാല, തൂക്കുക, അതേപോലെ തന്നെ അളക്കുക, ഭക്ഷണ പദാർത്ഥമാകുക, അങ്ങനെയുള്ള വസ്തുക്കളാണ് അന്യോന്യം കൈമാറ്റം ചെയ്യുമ്പോൾ ഈ നിയമം പറഞ്ഞു. എന്നാൽ തൂക്കാതെ അളക്കാതെ വാങ്ങുന്ന വിഷയങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. അളന്ന് വാങ്ങുന്നതുണ്ട്, എണ്ണി വാങ്ങുന്നതുണ്ട്. അവകളിൽ പലിശ വരുമോ? ഇപ്പൊ എണ്ണി വാങ്ങുന്നതിന് എന്താ ഉദാഹരണം? എണ്ണി വാങ്ങുന്നതിന് ഉദാഹരണം തേങ്ങ എണ്ണി വാങ്ങുന്നതാണ് എങ്കിൽ, അതേപോലെ തന്നെ കാലികൾ എങ്ങനെയാ വാങ്ങുക? തൂക്കി വാങ്ങൂല, ആരും അളന്നും വാങ്ങൂല. പിന്നെയോ എണ്ണിയാണ് വാങ്ങുക. ഒരു പോത്ത് അക്രമക്കുമുള്ള, ഇങ്ങനെ എണ്ണി വാങ്ങുന്നത് അല്ലെങ്കിൽ അളന്നു വാങ്ങുന്നത് ഇവകളാണ് എങ്കിൽ അതിലെന്ത് വരില്ല? പലിശ വരില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാളയെ കൊടുത്ത് 2 കാളയെ വാങ്ങാം. ഇന്നൊരു കാളയെ കൊടുത്ത് 10 ദിവസം കഴിഞ്ഞ് 2 കാളയെ വാങ്ങാം. അതിലെന്തില്ല? അതിൽ റിബൽ ഫദൽ വരുന്നില്ല, റിബൻ നസിയയും വരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരേ വർഗത്തിൽപ്പെട്ടതിന് ഇടപാട് നടത്തുമ്പോൾ പലിശ വരുമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഇല്ലത്ത് എന്താണ്? ഭക്ഷണ പദാർത്ഥം ആയിരിക്കണം, അളന്നോ തൂക്കിയോ വാങ്ങുന്നതായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പലിശയെ നിഷിദ്ധമാക്കിയപ്പോൾ അളന്നോ തൂക്കിയോ വാങ്ങുന്നതും അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥവുമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്. അതുകൊണ്ട് തന്നെ എണ്ണി വാങ്ങുന്നതിന് അല്ലെങ്കിൽ അളന്ന് വാങ്ങുന്നതിന്, അളന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കേലുകൊണ്ട് അളക്കല്ല. ഇപ്പൊ അളന്ന് വാങ്ങുന്നുള്ളടത്ത് അവിടെ ഒരു വിഷയം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്മളുണ്ടല്ലോ 100 ഗ്രാം മിക്കിയാല് അഹ്ലുൽ മദീന എന്ന് പറയും. മദീനക്കാർ പണ്ട് ഇടപാട് നടത്തുമ്പോൾ അവർക്ക് എന്തായിരുന്നു? അളന്ന് വാങ്ങലായിരുന്നു. 100 ഗ്രാം അളക്കുക, ലിറ്റർ, 1/2 ലിറ്റർ, 1 ലിറ്റർ, ആ അളക്കലാണ്. അല്ലാതെ ഇങ്ങനെ മാറി വെച്ച് അളക്കണുണ്ടല്ലോ, അതിൽ പലിശ വരില്ല. ഈ മാറി വെച്ച് അളക്കണതിൽ. പിന്നെ കെയിൽ ഉപയോഗിച്ചിട്ടുള്ള
പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ ഇദാ ഖാലു അലൻ നാസി യസ്തഗ്ഫൂൻ വഇദാ ഖാലൂഹും അവ വസനുഹും യുഖ്സിറൂൻ. അവിടെ ഖാലു വസനു എന്ന് പറഞ്ഞാൽ എന്താ? മീസാൻ ഉപയോഗിച്ചിട്ട് തൂക്കുക, അല്ലെങ്കിൽ പിന്നെ മിക്കിയാൽ വെച്ചിട്ട് അളന്നു കൊടുക്കുക. 1 ലിറ്റർ 1/2 ലിറ്റർ ഇങ്ങനെ ആ രീതിയിൽ അളന്നു വാങ്ങുക, അതേപോലെ തൂക്കി വാങ്ങുക, ഭക്ഷണ പദാർത്ഥമാവുകയും ചെയ്യുക. അതിലാണ് പലിശ വരിക. എന്നാൽ അല്ലാത്ത അളവുണ്ട്. ഇപ്പം നമ്മൾ തുണി വാങ്ങുമ്പോൾ എങ്ങനെ വാങ്ങുക? അതൊരളവാണ്. 1 മീറ്റർ 1/2 മീറ്റർ ഇങ്ങനെ, അല്ലെങ്കിൽ 1 മാറ് 1/2 മാർ ഇങ്ങനെ. ഈ രീതിയിൽ അളന്നു വാങ്ങുന്നതിൽ പലിശ വരില്ല, ഏറ്റക്കുറച്ചിലുണ്ടായാൽ. അതേപോലെ തന്നെ എണ്ണി വാങ്ങുന്നതിലും എന്തില്ല, പലിശ വരില്ല. അപ്പൊ കാലികളെ വാങ്ങുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടായി, എണ്ണത്തിൽ വ്യത്യാസം വന്നു വെച്ചിട്ട് പ്രശ്നമല്ല. 1 കാളയെ കൊടുത്തിട്ട് 2 കാളയെ വാങ്ങി, അതിൽ പലിശ വരണില്ല. ഇവിടെ ഒരു വിഷയം, ഇറച്ചിയാണെങ്കിലോ, ഇറച്ചിയാണ് എങ്കിലോ ഇറച്ചിന്റെ അസൽ എന്താണ്? തൂക്കി വാങ്ങുക എന്നുള്ളതാണ്. 1 കിലോ ഇറച്ചി അങ്ങനെ വാങ്ങുക. അപ്പോ കാലികൾ അത് ചത്ത് അറുത്ത് മാംസമായിട്ടുണ്ട് എങ്കിൽ പിന്നെ പലിശ വരും. എന്താണ്? തൂക്കി വാങ്ങുന്നതാണ്. അത് ഭക്ഷണ പദാർത്ഥമാണ്. അപ്പൊ അതാണ് അതിന്റെ ആ റിബൽ ഫദലിന്റെ മാനദണ്ഡം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതിയിരിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടൊരു ഏതായാലും അലാക്കുല്ലേ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാം, മനസ്സിലായിട്ടില്ല എങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയാം. പിന്നെ ഒരു വിഷയം, റിബൽ ഫദലിൽ നമ്മൾ പറഞ്ഞ് ഈ റിബൽ നസിയ, റിബൽ ഫദ്, റിബൽ ഖർദ്. ഒരു വിഷയമുള്ളത്, ചില ഇടപാടുകളാണ്, അതിൽ റിബൽ ഫദൽ വരും എന്നത് കാരണത്താൽ ആ കച്ചവടം തന്നെ നിഷിദ്ധാക്കിയിട്ടുണ്ട് ഇസ്ലാമിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ബൈഉൽ മുഹാഖല, ബൈഉൽ മുസാബന, ബൈഉൽ മുഖാബറ, അതേപോലെ ബൈഉൽ ഈന, ഇങ്ങനെ ചില കച്ചവടങ്ങളുണ്ട്. എന്താ ബൈഉൽ മുഖാബറ അല്ലെങ്കിൽ ബൈഉൽ മുഹാഖല, ബൈഉൽ മുസാബന എന്നൊക്കെ പറഞ്ഞാൽ? ബൈഉൽ മുഹാഖല എന്ന് പറഞ്ഞാല് നമ്മളെ കയ്യിൽ നെല്ലുണ്ട് ഇച്ചിരി, ഒരാളെ പാടത്ത് പോയിട്ട് ആ പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന നെല്ല് ചൂണ്ടിയിട്ട് ഇതായിട്ട് അതിനെ കച്ചവടം ചെയ്യലാണ്. ധാരാളം പാടങ്ങളുണ്ട്, അതിലൊരു പാടത്തെ ചൂണ്ടിയിട്ട് കയ്യിലുള്ള നെല്ല്, അതിന് പകരം ഈ പാടത്തെ നെല്ല് എന്ന് പറയാം. എന്നിട്ട് ഇടപാട്, അതാണ് ബൈഉൽ മുഹാഖല. അത് ഇസ്ലാമിൽ ഹറാമാണ്. എന്തുകൊണ്ട്? തഫാദുൽ വരാൻ സാധ്യത ഉണ്ട്. ഇത് നെല്ലാണ്, അതും നെല്ലാണ്, പക്ഷേ ഇത്ര തന്നെ അത് ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇതിലേറെ അതുണ്ടായാലോ? അതുകൊണ്ടാണ് ആ കച്ചവടം ഹറാമാക്കിയത്. അതേപോലെ തന്നെയാണ് ബൈഉൽ മുസാബന. മുസാബന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുതബിനെ അല്ല തമ്രിനെ റുതബ് ആയിട്ട് കച്ചവടം ചെയ്യലാണ്. മരത്തുമ്മ റുതബ് വിളഞ്ഞു നിൽക്കുന്നുണ്ട്, കയ്യിൽ തമ്രും ഉണ്ട്, ഉണക്കക്കാരക്കുണ്ട്. അപ്പൊ ഈ ഉണക്കക്കാരക്കനെ റുതബായിട്ട് കച്ചവടം നടത്തൽ, അതാണ് മുസാബന. അത് ഇസ്ലാമിൽ ഹറാമാണ്. എന്തുകൊണ്ട്? ഈ 2 വസ്തുക്കളും തമ്മിൽ ഏറ്റക്കുറച്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിനാലാണ്. അതേപോലെ തന്നെ ഈ മുഖാബറ, ബൈഉൽ മുഖാബറ അല്ലെങ്കിൽ ബൈഉൽ മുസാറ എന്ന് പറയും. ഒരാള് പിന്നെ ചില പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാ, അതിട്ട് ഇടപാട് നടത്തുക. ഇപ്പൊ ഒരാളുടെ പാടത്ത് ഈ കാനലുള്ളോടാണ് എങ്കിൽ അവിടെ വിള കുറയും. അതേസമയം കാനലൊന്നും ഇല്ലാതെ വല്ല ഈ പിന്നെ വെള്ളമൊക്കെ പോണ ചാലിന്റെ ഒക്കെ സൈഡിലാണെങ്കിൽ അവിടെ വിള കൂടും. അപ്പൊ ഒരാൾ പറയാണ്, എൻ്റെ അടുത്ത് കുറച്ച് വകുപ്പുണ്ട്, ഞാൻ അത് വിൽക്കാൻ, എനിക്ക് ഇടപാട് നടത്താൻ ഉദ്ദേശിക്കണം, പക്ഷെ ആ സ്ഥലത്തുള്ള വിളക്കാണ് ഞാനിത് ഇടപാട് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ആ സ്ഥലത്തുള്ള എന്താണ് എപ്പോഴും ഉഷാറായിരിക്കും, കാനലിൽ വിളയുന്നത് പോലെയല്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ഇടപാട് ഇതിനെ നിഷിദ്ധമാക്കി ഇസ്ലാമിൽ. ബൈഉൽ മുസാറ, മുസാറയത്തല്ല, മുസാറയത്ത് അനുവദനീയമാണ്, പക്ഷെ ബൈഉൽ മുസാറ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഇടപാട് നടത്തൽ, അത് ഹറാമാക്കി. എന്തുകൊണ്ടാണ് ഹറാമാക്കിയത്? അതിൽ റിബൽ ഫദൽ വരും എന്നുള്ളതിനാലാണ്. ഇതേപോലെ ബൈഉൽ ഈന. എന്താ ബൈഉൽ ഈന? ബൈഉൽ ഈന എന്ന് പറഞ്ഞാൽ അത് പലിശ വാങ്ങാനുള്ള ഒരു തന്ത്രമാണ് ശരിക്ക്. എന്താ? ഇപ്പൊ ഒരാൾക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്, അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്, ഒരു വസ്തു തൻ്റെ അടുക്കലുള്ളത് ഒരാൾക്ക് വിൽക്കുകയാണ്. അപ്പൊ ഈ മൈക്ക്
ഒരാൾക്ക് വിൽക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് 1000 ഉറുപ്പ്യക്ക് തന്നിരിക്കുന്നു. അപ്പം അയാൾക്ക് അത് കൊടുത്ത് 1000 ഉറുപ്പ്യ ഉണ്ടോ അത് ഇങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സഫറുള്ള ഒരാൾക്ക് കാശ് വേണം. അപ്പം എന്ത് ചെയ്യാണ്, തൻ്റെ കയ്യിലുള്ളൊരു സംഗതി അയാൾക്ക് വാങ്ങുകയാണ് 1000 ഉറുപ്പ്യക്ക്. അപ്പോൾ എനിക്കൊരു 1000 ഉറുപ്പ്യ വേണം. അതിനെന്താ ചെയ്യണമെന്നറിയോ? ഞാൻ എൻ്റെ അടുത്തുള്ളൊരു സംഗതി അയാൾക്ക് വിൽക്കുക, കടായിട്ട് വിറ്റിട്ട് പിന്നെ അതിനേക്കാൾ കുറഞ്ഞ റൊക്കം പൈസക്ക് അത് തിരിച്ചു വാങ്ങുക. അതിൻ്റെ ഒരു ഉദാഹരണം, ബൈഉൽ ഈനൻ്റെ ഒരു ഉദാഹരണം, ഇപ്പൊ ഈ ജവാൽ ഒരാൾക്ക് എന്ത് ചെയ്യാണ്, 1000 ഉറുപ്പ്യക്ക് കൊടുക്കുകയാണ്. അയാൾക്കത് വേണ്ട ആവശ്യമൊന്നുമില്ല, വിൽക്കുകയാണ് കടായിട്ട്. ഞാൻ അത് നിങ്ങൾക്ക് കടായിട്ട് തന്നെയാണ് ഇത് കൊടുത്ത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാ, തിരിച്ചു വാങ്ങുക. എത്രക്ക്? 800 ഉറുപ്പ്യക്ക്. അപ്പൊ എന്തായി, അയാൾക്ക് 800 ഉറുപ്പ്യ ആയി, 200 ഉറുപ്പ്യ ആളെ മേല് കടമായി. അതായത് പിന്നെ നേരിട്ടിട്ട് പലിശ വാങ്ങുന്നതിന് പകരം ഒരു വളഞ്ഞ വഴി. ഇതാണ് ബൈഉൽ ഈന എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബൈഉൽ ഈനയെ പേരെടുത്ത് പറഞ്ഞ് അതിൻ്റെ അപകടം ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബൈഅകൾ, കച്ചവടങ്ങൾ ഇസ്ലാമിൽ നിഷിദ്ധമാക്കി. എന്തുകൊണ്ട്? അത് പലിശക്ക് കാരണമാക്കും എന്നുള്ളതിനാലാണ്. ബൈഉ തഖ്സീത്ത് എന്ന് പറഞ്ഞൊരു ബൈ നമ്മൾ കേൾക്കലുണ്ട്. എന്താ ബൈഉ തഖ്സീത്ത്? ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലുള്ള ഇടപാടാണ്. അത് പലിശയാണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതിൽ പലിശയുണ്ടോ ഇല്ലേ? എന്താ ബൈഉ തഖ്സീത്തിന്റെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഇടപാട് നടത്തുന്ന രീതി? ഈ മൊബൈൽ ഇത് ഉറക്കം കാശ് തരികയാണ് എങ്കിൽ 1000 റിയാൽ, അതല്ല ഗഡുക്കളായിട്ട് തരികയാണെങ്കിൽ 1200 റിയാൽ. ഇതാണ് അതിൻ്റെ ഒരു രൂപം, സൂറത്ത്. അപ്പോ റൊക്കം തരികയാണെങ്കിൽ 1000 തന്നാൽ മതി, ഖലാസ്. അതല്ല ഗഡുക്കളായി ഓരോ മാസവും 100 റിയാൽ വെച്ചിട്ടാണ് തരുന്നത് എങ്കിൽ 1200 റിയാൽ തരണം എന്ന രീതിയിലാണ് ഈ ഇടപാട്. കേവലം ഈ ഒരു മുഖമാണ് ഈ ഇടപാടിനുള്ളത് എങ്കിൽ പല പണ്ഡിതന്മാരും അത് നിഷിദ്ധമല്ല, അത് അനുവദനീയമായ ഇടപാടാണ് എന്ന പക്ഷക്കാരാണ്. എന്തുകൊണ്ട്? കച്ചവടവും കടവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതിൽ കച്ചവടത്തിൽ നമ്മൾ ലാഭം പ്രതീക്ഷിക്കണം. ഞാൻ എന്തിനാ മൊബൈൽ കച്ചവടം ചെയ്യണേ? കച്ചവടം ചെയ്യുന്നത് ഞാൻ അതിൽ ലാഭം പ്രതീക്ഷിക്കുന്നത് എൻ്റെ കസ്റ്റമറിൽ നിന്നാണ്, ആളുകളിൽ നിന്നാണ്. അള്ളാഹുവിനെ കടം കൊടുക്കുക എന്ന് പറയുന്നത്. അള്ളാഹ്ക്കാ കടം കൊടുക്കുന്നത്, പടപ്പുകൾക്ക് കടം കൊടുക്കണം. അള്ളാഹു ഖനിയാണ്, ആരെ കടം വേണ്ട. പക്ഷേ അള്ളാഹുവിന് കടം കൊടുക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. കാരണം എന്തുകൊണ്ടാ? കടത്തിൽ നമ്മൾ മനുഷ്യന്മാരുടെ കയ്യിലാണ് കടം വെച്ചു കൊടുക്കുന്നതെങ്കിലും കൂലി ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കടത്തിൽ ലാഭവും കടത്തിൽ ഗുണവും ആരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല? മഖ്ലൂക്കിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല, പടപ്പുകളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ പ്രതീക്ഷിച്ചാൽ അതാണ് നമ്മൾ പറഞ്ഞത്, കുല്ലു ഖറദിൻ ജറ നഫ്അൻ ഫഹുവ റിബൻ. ഏതൊരു കടമാണോ ഒരു ഉപകാരത്തെ കൊണ്ടുവരുന്നത് അതെന്താണ്? പലിശയാണ്. അങ്ങനെ ഉപകാരം മഖ്ലൂക്കിൽ നിന്ന് പ്രതീക്ഷിച്ച് കടം കൊടുക്കാൻ പാടില്ല. കടത്തിൽ ലാഭം അള്ളാഹുവിൽ നിന്ന്. എന്നാൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇത് വെച്ചിരിക്കണം. എന്തിനാ? അള്ളാഹിൽ നിന്ന് കൂലിയിട്ടും ഞാൻ കച്ചവടത്തിന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആളുകൾ വാങ്ങിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു ദിവസം കച്ചവടം ചെയ്യും, രണ്ടാമത്തെ ദിവസം മൂപ്പര മക്കൾ ചുമരമ്മ കയറി മൂപ്പർക്ക് കച്ചവടം നടക്കൂല. അപ്പൊ കച്ചവടത്തിൽ ലാഭം ഗുണം പ്രതീക്ഷിക്കുന്നത് കസ്റ്റമറിൽ നിന്നാണ്, കടം പോലെയല്ല കച്ചവടം. അപ്പൊ എൻ്റെ ഈ മൊബൈൽ ഞാൻ ഇത് കച്ചവടത്തിൽ വെച്ചിട്ട് ഇരിക്കുന്നത് കസ്റ്റമറിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചിട്ടാണ്, ലാഭം പ്രതീക്ഷിച്ചിട്ടാണ്. ഇയാൾ വാങ്ങാൻ വേണ്ടി വന്ന് ഞാൻ പറഞ്ഞ 1000 റിയാലാണ്. അപ്പൊ അയാള് 1000 റിയാൽ അയാൾ എടുത്തില്ല. അയാൾ പറയണ 10 മാസം കഴിഞ്ഞിട്ടേ തരുള്ളൂ കാശ്, അല്ലെങ്കിൽ 10 മാസം കൊണ്ടേ ഞാൻ തീർക്കുള്ളൂ. എന്നിട്ട് അയാൾ മൊബൈൽ കൊണ്ടുപോയി, എൻ്റെ മൊബൈൽ കൊണ്ടുപോയിട്ട് അയാൾ ഉപകാരം എടുക്കണം. ഇത് വിറ്റ ഞാനോ? എനിക്കെന്താ ഉള്ളത്?
പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ലാഭവും ഗുണവും ഈ കസ്റ്റമറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കച്ചവടമായിട്ട് നമ്മളൊരു സംഗതിയായിട്ട് ഇരിക്കുമ്പോൾ അതിൽ ഒരു സാധനത്തിൻ്റെ റൊക്കം വില ഇത്രയാണ്, അതല്ല ഗഡുക്കളായിട്ട് തരികയാണെങ്കിൽ ഇത്രയാണ് എന്ന് അധികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ബൈഉ തഖ്സീത്തിന്റെ രീതി. അതിൽ പലിശ വരുന്നില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷമാണ് ശരിയോട് അടുത്ത അഭിപ്രായം. അതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ്. ബൈഉ തഖ്സീത്തിന് ഈ ഒരു രീതിയാണ് എങ്കിൽ. ആധുനികമായിട്ട് ചില മസലകൾ ഈ വിഷയത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ റിബൽ ഫദലിനെ കുറിച്ച് പറഞ്ഞു. നുഖൂദും ഇടപാട് നടത്തലാണ് സിയാദത്തോടു കൂടി റിബൽ ഫദൽ. ഒരു തല ഏറെ വരുമ്പോൾ അതാണ് എന്ത്, പിന്നെ പലിശ എന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് കാശും കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയാൽ രൂപയുമായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ അങ്ങനെ കൈമാറ്റം ചെയ്യാൻ പറ്റുമോ? കൈമാറ്റം ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ, ഫൈദ ഇഖ്തലഫത്തിൽ അജ്നാസ് ഫബീഉ കൈഫ ശിഅ്തും. ജിൻസുകൾ വ്യത്യാസപ്പെട്ടാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൈമാറ്റം ചെയ്യാം. അപ്പോൾ 10 റിയാൽ 100 രൂപക്ക് കൈമാറ്റം ചെയ്യാം. തുല്യത്തിന് തുല്യമാണെന്നുണ്ടോ? വേണ്ട. കാരണം എന്താ? ജിൻസുമാണ്, ഒരു ജിൻസും മറ്റൊരു ജിൻസുമാണ് കൈമാറ്റം ചെയ്യുന്നത്. റിയാൽ എന്ന് പറയുന്ന ഒരു വർഗം, രൂപ എന്ന് പറയുന്ന മറ്റൊരു വർഗം, അത് തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ ഫബീഉ കൈഫ ശിഅ്തും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കൈമാറ്റം ചെയ്യാം. പക്ഷെ എന്ത് വേണം? ഇതാക്കാൻ യദംബിയത്, കയ്യോട് കൈയായിരിക്കണം. അപ്പോൾ രൂപ നൽകി റിയാൽ നൽകി രൂപ വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അത് കയ്യോട് കൈയായിരിക്കണം. ഇന്ന് റിയാൽ കൊടുത്ത് നാളെ കാശ്, അങ്ങനെ പാടുള്ളതല്ല. പിന്നെയോ ഇടപാട് ഇവിടെ പൂർണ്ണമായിരിക്കണം. ഇടപാട് ഈ കൈമാറ്റത്തോടു കൂടി പൂർണ്ണമായിരിക്കണം. 10 റിയാലിൽ എത്രയാണോ രൂപ എന്നത്ര മൂല്യം 14. ഏതായാലും 10ന് 140 എങ്കിൽ ആ 140 എന്നുള്ളത് എന്തായിരിക്കണം? തീരുമാനിക്കണം. ആ രീതിയിൽ കൈമാറ്റം നടന്നിരിക്കണം. തുല്യത്തിന് തുല്യമാകേണ്ടതില്ല, പക്ഷേ യദംബിയതായിരിക്കണം. ഇതേപോലെ നമ്മുടെ ബാങ്ക് ഇടപാടുകളിൽ പലിശ വരും. എങ്ങനെ? പലിശയുമായി ബന്ധപ്പെടുന്ന ബാങ്കുകളാണ് എങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നുണ്ട് ആളുകൾ. ആ കടത്തിന് ബാങ്ക് പലിശ ഈടാക്കുന്നുവെങ്കിൽ ആ ഇടപാട് നിഷിദ്ധാണ്. അത് പലിശന്റെ ഒരു വഴിയാണ്. ഇതേപോലെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യും കാശ്. ആ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൽ പലിശ വരുന്നുവെങ്കിൽ ആ ഇടപാട് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെടുന്നതായ ഇടപാടുകളിൽ പലിശ വരുത്തുന്നതായ ബാങ്കുകളുമായിട്ട് സമീപിക്കുന്നത് സൂക്ഷിക്കണം. അത് പാടുള്ളതല്ല. പലിശ വരുത്താത്ത ബാങ്കുകളെയാണ് ആളുകൾ സമീപിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ഒരു സംവിധാനം കുറ്റമറ്റ നിലയ്ക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് എങ്കിൽ പലപ്പോഴും മനുഷ്യന്മാർ നിർബന്ധിക്കപ്പെടും പലിശ ബാങ്കുകളെ സമീപിക്കുവാൻ. അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ തങ്ങളുടെ അനിവാര്യതയും നിർബന്ധ സാഹചര്യവുമാണ് ഈ രീതിയിൽ ഇടപാട് നടത്തുവാൻ ഉള്ളത് എന്ന് ഉള്ളാൽ അറിയുന്നതോടൊപ്പം പലിശയായിട്ട് സഹകരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്താൽ പലിശ വരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലക്കും റൂസ് അംവാലിക്കും, നമ്മുടെ മൂലധനം നമുക്കുള്ളതാണ്. അപ്പോൾ 10,000 റിയാലാണ് നമ്മൾ ബാങ്കിലിട്ടത് എങ്കിൽ 10,000 റിയാലാണ് നമുക്കുള്ളത്. ഏറെ വരുന്നത് അത് പലിശയാണ്. വല്ലവരും വർദ്ധിപ്പിച്ചു, വല്ലവരും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു, അവന് പലിശയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലിശ അത് നമ്മൾ തൊടാൻ പാടുള്ളതല്ല, നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ വലിയ പലിശകൾ വളരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ താൻ കാരണത്താലാണ് ആ പലിശ വളർന്നിട്ടുള്ളത് എങ്കിൽ അയാൾ അത് തനിക്ക് സ്വീകരിക്കാൻ പാടുള്ളതല്ല. തൻ്റെ നിർബന്ധ ചെലവിൽ കഴിയുന്നവർക്കും അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ ഇവരുടെ ഒന്നും ചെലവിന് അത് ഉപയോഗിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. തൻ്റെ ചെലവിൽ കഴിയുന്നവർക്ക് അയാൾ അത് ഉപയോഗിക്കരുത്. പിന്നെയോ അത് ദുരുപയോഗത്തിന് വിധേയമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മാർഗേണ അയാൾ അത് വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും മാർഗേണ ആ പലിശ ഏതെങ്കിലും മാർഗത്തിൽ
അയാളത് വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ വല്ല പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധുവിനെ സഹായിക്കുന്ന മാർഗേണ അത് തന്നിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കുക എന്നുള്ള നീയത്തിൽ അത് ചെലവഴിക്കുകയാണ് വേണ്ടത്. അതൊരിക്കലും ദാനധർമ്മമല്ല. എന്തുകൊണ്ട്? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു ത്വയ്യിബാണ്. അവൻ ത്വയ്യിബായത് മാത്രമേ സ്വീകരിക്കൂ. അള്ളാഹു ത്വയ്യിബാണ്. നല്ലത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പലിശ എന്ന് പറഞ്ഞാൽ അത് മാല് ഖബീസ്, മ്ലേച്ഛ സ്വത്താണ്. ഖബീസായ സ്വത്ത് ഒരിക്കലും അത് നമുക്ക് പാടുള്ളതല്ല. ഇപ്പൊ നബി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്താ? നബി കുടുംബത്തിന് സക്കാത്ത് മാല് ഖബീസാണ്, മ്ലേച്ഛ സ്വത്താണ്. അപ്പൊ സക്കാത്ത് ഹറാമായവരാണ് നബി കുടുംബം എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. ഒരിക്കൽ അബൂ സുഫിയാൻ, അതേപോലെ തന്നെ അബ്ബാസിന്റെ മകൻ ഫദ്ൽ. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ, റസൂലുള്ളാഹിയുടെ മൂത്താപ്പ ഹാരിസിന്റെ മകൻ റബിയാത്തിന്റെ മകൻ അബൂ സുഫിയാൻ, അല്ലാതെ മുആവിയ റളിയല്ലാഹു വാപ്പ അബൂ സുഫിയാൻ അല്ല. നബി കുടുംബത്തിൽ ഒരു അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. ഈ അബൂ സുഫിയാനും ഫദ്ൽ ബിൻ അബ്ബാസും കൂടി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പൈസ അല്ല. അന്ന് ഈ ഏർപ്പാട് ജാഹിലിയത്തിൽ വരെയല്ല ഈ സ്ത്രീധനം എന്നുള്ളത്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പൈസ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സക്കാത്തിൽ നിന്ന് അല്പം പൈസ തരണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ആലു മുഹമ്മദ്, നമ്മൾ നബി കുടുംബമാണ്. ലാ തഹില്ലു ലനാ സദഖ, നമുക്ക് സദഖ അത് അനുവദനീയമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മാല് ഖബീസ്, മ്ലേച്ഛ സ്വത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അനർഹമായിട്ടുള്ള കാശ്, അതിന്റെ വിശേഷണമാണ് മാൽ അൽ ഖബീസ്, അൽ മാലുൽ ഖബീസ്, മ്ലേച്ഛ സ്വത്ത്. നബി കുടുംബം സക്കാത്ത് എടുക്കുമ്പോൾ മ്ലേച്ഛ സ്വത്ത് എന്നാണ് പറഞ്ഞത്. പലിശ അത് അൽ മാലുൽ ഖബീസ് ആണ്, മ്ലേച്ഛ സ്വത്താണ്. എങ്ങനെ മ്ലേച്ഛ സ്വത്ത്? പലവിധ അന്യായങ്ങളാലും അക്രമങ്ങളാലും മ്ലേച്ഛമായ സ്വത്താണ് പലിശ. അതുകൊണ്ട് തന്നെ അത് നമ്മളിലേക്ക് ഒരിക്കലും ഉണ്ടാകുക എന്നുള്ളത് പാടുള്ളതല്ല. ബാങ്കിൽ കാശ് ഡിപ്പോസിറ്റ് ചെയ്ത് അതിൽ പലിശ ഉണ്ടെങ്കിൽ നമ്മളുടെ തടി അതിൽ നിന്ന് സലാമത്താക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞെന്താ, ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പലിശ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കണം, നമ്മളത് തൊടാൻ പോണ്ട. കാരണം എന്താ? പലിശ തൊടുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപം എന്നാണ്. അതുകൊണ്ട് ആ ശാപമായിട്ട് ഇനി അത് ശത്രു എടുക്കുകയാണെങ്കിലും ശത്രു പോയിക്കോട്ടെ, നമ്മൾ തൊടാൻ പോണ്ട എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. പക്ഷേ വലിയ വലിയ സംഖ്യകൾ പലരുടെയും ഡിപ്പോസിറ്റുകളിൽ ഈ പലിശയുമായി ബന്ധപ്പെടുന്ന ബാങ്കുകളോട് സഹകരിക്കുന്നത് കാരണത്താൽ വരുന്നുണ്ട്, അത് വളരുന്നുണ്ട്. അത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്ന രീതിയിൽ അത് ശത്രുക്കളുടെ കയ്യിലേക്ക് പോകുന്നതിന് പകരം അത് മുസ്ലിമീങ്ങൾ തന്നെ അത് എന്തെങ്കിലും ഒരു പൊതുപ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ സാധുക്കളെ സഹായിക്കുന്ന വിഷയങ്ങളിലേക്കോ നീക്കുകയാണ്, തൻ്റെ തടി സലാമത്താക്കുക എന്നുള്ള നീയത്തിൽ. അത് സദഖയല്ല, ഒരു ദാനധർമ്മം ചെയ്യലുമല്ല, പിന്നെയോ തടി സലാമത്താക്കുക പലിശയിൽ നിന്ന്, ഞാൻ എന്നെ പലിശയിൽ നിന്ന് രക്ഷിക്കുക എന്ന വകുപ്പിൽ അത് ഒഴിവാക്കുക എന്ന നിലക്ക് വിനിയോഗിക്കുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. പലിശയും അതിൻ്റെ വഴികളും എന്നുള്ളൊരു വിഷയം കുറെ നീണ്ട വിഷയങ്ങളാണ്. കാരണം അതിന് കുറെ മുഖങ്ങൾ ഉണ്ട്, പ്രത്യേകിച്ച് ഈ ആധുനികമായിട്ട് കുറെ മസലകൾ വരുമ്പോൾ. ഏതായാലും അതിൽ ചില ഭാഗങ്ങളാണ്, ചില അടിസ്ഥാനങ്ങൾ എന്നോണമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഈ പറഞ്ഞതിൽ കേട്ടതിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ഖൈറാത്തുകൾ നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നഫ്ഹത്തും റഹ്മത്തും അള്ളാഹു നമ്മളിൽ നമ്മുടെ ഈ വേദിയിൽ ചൊരിയുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫളലിനാൽ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവൻ്റെ അഫുവും ആഫിയത്തും ഈ ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുആഫാത്തുൻ ദായിമയും നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെ പരീക്ഷണങ്ങളെ അള്ളാഹു അവരിൽ നിന്ന് ഉയർത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് എല്ലാവർക്കും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു മജ്ലിസിൽ റബ്ബിൻ്റെ ജന്നത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കൂടിയിരിക്കുവാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. പണയത്തിന് വീട് താമസിക്കാൻ കൊടുക്കാൻ പറ്റുമോ? പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ വിധി എന്ത്? ഇവിടുത്തെ ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നത് പണയത്തിന് വീട് താമസിക്കാൻ കൊടുക്കാമോ എന്നാണ്. അത് റിബൽ ഖർദിൽ പെടുമെന്നാണ്. പണയത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ കേരളത്തിൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടതിൽ രണ്ട് വിഷയം പറയാനുണ്ട്. ഒന്ന്, ഇപ്പം പണയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് കടം കൊടുക്കുകയാണ്. ആ കടം കൊടുക്കുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി, അയാൾ കടം സ്വീകരിക്കുമ്പോൾ അതിനൊരു ഉറപ്പാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാരണ്ടിയാണ് പണയം. ഇപ്പം ഒരാളോട് 100 റിയാൽ വെച്ച്, അപ്പോൾ 100 റിയാൽ അയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ പറയണത് എന്നാ ഒരു ഗ്യാരണ്ടി എന്നുള്ള ഈ മൊബൈൽ വെച്ചോളി. ഇതാണ് പണയം. ഈ പണയ വസ്തു ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പണയ വസ്തു ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഗ്യാരണ്ടി ആയിട്ട് അവിടെ നിൽക്കും. അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പിന്നെ എപ്പോഴാണോ 100 റിയാലിന് തരുന്നത് അപ്പോൾ തന്നെ കൊടുക്കും. ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അസിൽ. എന്നാൽ കാലികളെയൊക്കെയാണ് പണയ വസ്തുവായി നൽകുന്നത് എങ്കിൽ അവിടെ ചിലർ മസാലയായിട്ട് പറഞ്ഞിട്ടുണ്ട് കാലികളെ നൽകി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? കാലിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മൊബൈൽ വെക്കുമ്പോൾ മേശയിലിട്ട് പൂട്ടിയേക്കാൻ പറ്റൂല. ഒരു പശുവിനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പശുവിനെ തിന്നാൻ കൊടുക്കണം, അതിനെ കഴുകണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കറവുള്ള പശുവാണെങ്കിൽ അതിൻ്റെ പാലൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വീട് പണയത്തിന് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പൈസ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് വീട് പണയത്തിന് മേടിച്ചിട്ട് അതവിടെ ഇങ്ങനെ പാത്തേക്കുക അല്ല. പിന്നെയോ, നമ്മുടെ നാടുകളിൽ പണയത്തിന് എന്ന് പറഞ്ഞിട്ട് വീടെടുക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് യഥാർത്ഥത്തിൽ പണയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പം പണയത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കൊച്ചി ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഞാൻ അവിടെ കുറച്ചാളുണ്ടായത് കാരണത്താൽ എനിക്കറിയാം. അവിടെ വീട് പണയത്തിന് എടുക്കുക എന്നാ പറയാം. യഥാർത്ഥത്തിൽ ആ പേര് ശരി, അതിന് ആ ഇടപാടിന് കൃത്യമായ പേരല്ല അത്. കാരണം എന്താ? 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കും, വീട് വാങ്ങിക്കും, വീട് എടുക്കും അയാളിരുന്ന്. 1 ലക്ഷം റിയാൽ അയാൾ ഉപയോഗിക്കും, 1 വർഷത്തേക്ക് വീട് ഇവർ ഉപയോഗിക്കും. എന്നിട്ട് 1 വർഷം കഴിഞ്ഞാലോ 1 ലക്ഷം കണ്ട് തിരിച്ചു കൊടുക്കും, വീട് അങ്ങോട്ടും കൊടുക്കും. ഇതാണ് രീതി. ഇതൊരിക്കലും പണയല്ല. ഇതിന് പറയാവുന്ന ഒരു പേര് തബാദുലുൽ മനാഫിഉ എന്നാണ്. തബാദുലുൽ മനാഫിഉ, ഉപകാരങ്ങളുടെ കൈമാറ്റം എന്നാണ്. എൻ്റെ അടുത്ത് 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, ഞാനത് ഉപയോഗിക്കുന്നില്ല, അത് അയാൾ കൊടുക്കണം, അത് അയാൾ ഉപയോഗിക്കണം 1 വർഷം. അയാളുടെ വീടുണ്ട്, അത് അയാൾ ഉപയോഗിക്കില്ല, അത് എനിക്ക് തരുന്നത്, ഞാനത് ഉപയോഗിക്കണം. ഈ ഒരു തബാദുൽ മനാഫി എന്ന പേരാണ് അതിന് എങ്കിൽ അതാണ് കുറച്ചുകൂടി കൃത്യം. പൂർണ്ണമായിട്ട് കൃത്യമല്ല, പക്ഷെ എന്നാലും കുറച്ചുകൂടി കൃത്യമായിട്ടുള്ളത്. അങ്ങനെയാണ് ആ ഇടപാട് എങ്കിൽ അത് അനുവദനീയമാണ്, അത് നിഷിദ്ധാണ് എന്ന് പറയാൻ പറ്റൂല. അതേസമയം പണയാണെന്നെങ്കിൽ പണയാണെങ്കിൽ പണയായിട്ട് വെക്കാം, പക്ഷെ അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല, വീട് താമസിക്കാൻ പാടുള്ളതല്ല. പക്ഷെ അതങ്ങനെയല്ല. അത് ശരിക്ക് അതിൻ്റെ രീതി ഈ പേരല്ല, അവിടെ വസ്തുതയും യാഥാർത്ഥ്യവും എന്ത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ആളുകൾ കാശ് കൊണ്ടുപോയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? കാശ് ഉപയോഗിക്കുന്നു 1 വർഷം. അയാളുടെ വീട് ഇയാൾ എടുക്കുന്നു, വീട് ഇയാൾ 1 വർഷം ഉപയോഗിക്കുന്നു എങ്കിൽ അതിനാണ് തബാദുൽ മനാഫി എന്ന് പറയുക, ഉപകാരങ്ങളുടെ കൈമാറ്റം. അത് ശറയിൽ അനുവദനീയമാണ്. പിന്നെ അതിൽ ചില വശങ്ങളെ ചിലരെടുത്ത് പറയാറുണ്ട്. അതിൽ ഇന്ന വശങ്ങളിലെ പക്ഷെ ആ രീതിയിലുള്ള ഒരു ഇടപാടിന് അവിടെ നിർബന്ധിതരാണ് ആ നാട്ടിലെ ആളുകൾ പലപ്പോഴും. ഇപ്പോൾ കൊച്ചി ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഇടപാടിന് നിർബന്ധിതരാണ്. വേറെ രീതി അവിടെ താമസിക്കുവാൻ, വീട് കിട്ടാൻ ഇല്ലാത്തൊരു അവസ്ഥ തന്നെ ഉണ്ട്. അപ്പോൾ അതിനനുവദിക്കുന്ന വേറൊരു വശം കൂടി ശറഈയായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നിർബന്ധ സാഹചര്യങ്ങൾ ഉള്ള ഇടപാട് എന്നുള്ള അർത്ഥത്തിൽ. ഇതാണ് ആ വിഷയത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. അല്ലാഹു ആലം. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ വിധി എന്ത്?
പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോഴുള്ള വിധി അത് തുല്യത്തിന് തുല്യമായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം എന്നുള്ളതാണ്. ഏതുപോലെ ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കാരക്ക കൊണ്ടുവന്നു. ആ കാരക്കയ്ക്ക് പേര് ബിർണി എന്നാണ്. ബിർണി കാരക്ക കുറച്ച് മുന്തിയ നേരം നല്ല കാരക്കയാണ്. അപ്പൊ ബിർണി കാരക്ക കണ്ടപ്പോൾ ബിലാലിനോട് ചോദിച്ചു, എവിടുന്ന് ഈ കാരക്കട്ടി? മാഷാ അല്ലാ, എന്തൊരു മുന്തിയ കാരക്കയാണ്. അപ്പൊ പറഞ്ഞു, പ്രവാചകരെ നമ്മളടുത്ത് കുറച്ച് വടക്കായ തരം താണ കാരക്കുണ്ട്, അത് 2 സാഴ് കൊടുത്തിട്ട് ഇത് 1 സാഴ് വാങ്ങുകയാണെന്ന് പറഞ്ഞു. 2 സാഴ് എന്ന് പറഞ്ഞാൽ അളവ് പാത്രം, 2 പാത്രം അതാണ്ട് കൊടുത്തിട്ട് 1 പാത്രം ഇത് നല്ലത് വാങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വഹ് ഐനുർ റിബ. അവ്വഹ് എന്ന് പറഞ്ഞാൽ ലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്. ഐനുർ റിബ, അത് ഒറിജിനൽ പലിശയാണെന്ന് പറഞ്ഞു. കാരണം അത് ഒരേ വർഗ്ഗമാണ്. കാരക്കയും കൈമാറ്റം ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം? തുല്യത്തിന് തുല്യവും കയ്യോട് കയ്യായിരിക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു നിർദ്ദേശമുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മോശക്കാരക്ക ഉണ്ടല്ലോ, അങ്ങനെയാണ് ചെയ്യുക, അത് നിങ്ങൾക്ക് വിൽക്കാം, വിറ്റിട്ട് നിങ്ങൾക്ക് അതിന് കാശ് കൊണ്ട് മറ്റേ കാരക്ക വാങ്ങാവുന്നതാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതേപോലെ തന്നെ ഖൈബറിലേക്ക് ഇബ്നു അദി അൽ അൻസാരി അല്ലെങ്കിൽ അഹു അദി അൽ അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റസൂലുള്ളാഹി ഖൈബർക്ക് പറഞ്ഞയച്ചു. അപ്പൊ അയാൾ ഖൈബർ എന്ന് വന്നപ്പോൾ കുറച്ച് കാരക്ക കൊണ്ടുവന്നു, നല്ല മുന്തിയ അടിപൊളി കാരക്ക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്ക കണ്ടിട്ട് ചോദിച്ചു, ഖൈബറിലെ എല്ലാ കാരക്ക ഇങ്ങനെയാ, ഉഷാറാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഖൈബറിലുള്ള ജൂതന്മാരല്ലേ, ഓല ഇടപാട് തന്നെ പലിശന്റെ ഇടപാടാണ്. ഏതായാലും ഖൈബറിലെ കാരക്കൊക്കെ ഇങ്ങനെയാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, റസൂലെ ഞങ്ങൾ 1 സാഴ കാരക്ക അങ്ങോട്ട് കൊടുത്തിട്ട് 2 സാഴ കാരക്ക എടുത്ത് നമ്മൾ താഴ്ന്നത് കൊടുത്തിട്ട് 1 സാഴ മുന്തിയത് വാങ്ങിയിട്ടായി കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പാടുള്ളതല്ല, പലിശയാണ്. ഒരേ വർഗത്തിൽപ്പെട്ടത് ഇടപാട് നടത്തുമ്പോൾ തുല്യത്തിന് തുല്യമായിരിക്കണം, അത് കയ്യോട് കയ്യായിരിക്കണം. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ മോശമായത് വിറ്റിട്ട് നിങ്ങൾക്ക് ആ കാശ് കൊണ്ട് മുന്തിയത് വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണവും ഉപയോഗിച്ച സ്വർണം, പുതിയ സ്വർണം, ഈ സ്വർണവും നടത്തുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? ഇടപാട് നടത്തുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകാൻ പാടുള്ളതല്ല. അതിവിടെ കൃത്യമാണ് ആ ബിലാലിനോട് പറഞ്ഞ വാക്ക്, അവ്വ ഐനുർ റിബ ലാ തഫ്അൽ, അങ്ങനെ ചെയ്യല്ലേ, ഇത് ഒറിജിനൽ പലിശയാണ്. പിന്നെന്ത് ചെയ്യാം? പഴയത് വിറ്റ് ആ കാശ് കൊണ്ട് പുതിയത് വാങ്ങാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ നമുക്കുള്ള ശർഈ ആയിട്ടുള്ള നിർദ്ദേശം. പിന്നെ എന്താണ്? ഇവിടുത്തെ ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നത് ചെമ്പ് പോലുള്ള വസ്തുക്കൾ ഇടപാട് കടലാസിൽ കാണിച്ചാണ് അനുവദനീയമാണോ? എല്ലാ ബാങ്കുകളും ഈ രീതിയിലാണ് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയൂല. പല ബാങ്കുകളും ഇവിടെ ഉള്ളതിൽ പലിശയുടെ വിഷയത്തിൽ നല്ല സൂക്ഷ്മത പുലർത്തുന്ന ബാങ്കുകളുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അൽ ബീഷി ഞങ്ങളെ ഈ വിഷയത്തിൽ അതിൻ്റെ മസാലകളെ പഠിപ്പിച്ചപ്പോൾ ചില ബാങ്കുകൾ, ചിലത് ഇപ്പോൾ പേരെടുത്ത് പറയേണ്ടതില്ല, ചില ബാങ്കുകൾ കഴിഞ്ഞിടത്തോളം തീരെ പലിശ ഇല്ലാത്ത ബാങ്കുകളുണ്ട്. അതിപ്പോൾ ഇവിടെ അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ബാങ്കുകളല്ല. എന്നാൽ പലിശൻ്റെ വിഷയത്തിൽ കഴിഞ്ഞിടത്തോളം സൂക്ഷ്മത പുലർത്തുന്ന ബാങ്കുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ചെമ്പ് പോലുള്ള വസ്തുക്കൾ ഇടപാട് കടലാസിൽ കാണിച്ചാണ് അത് അനുവദനീയമാണ്. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ ഒരു രൂപം എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ഇതുള്ളത് എന്നുള്ളത്. അതറിഞ്ഞെങ്കിൽ അല്ലാതെ ആ വിഷയത്തിലോട്ട് പറയാനും വയ്യ. ഏതായാലും പലിശയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇടപാടുകളാണെങ്കിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്, അതിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇഹത്തിലും നാളെ പരത്തിലും ഗുണകരമല്ല. ഈ ദുനിയാവിൽ നമ്മുടെ സമ്പാദ്യം ഗുണം കെട്ടത്, അനുഗ്രഹമറ്റത്. മരിച്ചു ചെന്നാൽ ഖബറിൽ ജീവിതമുണ്ട്. ആ ഖബർ ജീവിതത്തിൽ പലിശ ഇടപാടുകാരൻ്റെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്തിൽ, ഒരു ഹദീസിൽ, ഒരു ചെലവും ചോരയും നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയാണ്, നദിയാണ്. അതിലൊരു മനുഷ്യൻ മുങ്ങിത്താഴുകയാണ്. അയാൾ വാ പൊളിച്ച് കരയിലേക്ക് രക്ഷപ്പെടാനെന്നോണം വരുമ്പോൾ ആ വൃത്തികെട്ട അവസ്ഥയിൽ അയാളുടെ വായയിലേക്ക് കരയിൽ നിന്നൊരു മനുഷ്യൻ ഒരു കല്ലെടുത്ത് എറിയാണ്. അപ്പൊ വീണ്ടും അയാൾ ആ ചെലത്തിലും ചോരയിലും, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആണ്ട് പോവുകയാണ്. അപ്പൊ എന്താണ് അയാൾ ചെയ്തിരുന്ന കുറ്റം എന്നുള്ളത് മലക്കുകൾ റസൂലുള്ളാഹിക്ക് വിശദീകരിച്ചു കൊടുക്കും, പറയുന്നത് അത് ആക്കിലു റിബ, പലിശ തിന്നിരുന്ന മനുഷ്യൻ എന്നുള്ളതാണ്. പിന്നെ ആഖിറത്തിൽ നമ്മൾ പറഞ്ഞു, ഉലൈക അസ്ഹാബുന്നാർ ഹും ഫിഹാ ഖാലിദൂൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധ ഹലാലുകളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൃപ്തിയേകുമാറാവട്ടെ. ഹറാമിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ.